മതങ്ങളിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്, വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? നമ്മളുടെ വിശ്വാസം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ ഒത്തിരി ട്രബിളിലായിരിക്കുമ്പോൾ, നമ്മൾ ഒത്തിരി സങ്കടത്തിലായിരിക്കുമ്പോൾ, ഒത്തിരി പെയിനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നേറേണ്ടത്? അതിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പങ്കെന്താണ്? അത് വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന യേശുവിൻ്റെ വാക്കുകളാണ് നമ്മളിന്ന് കേൾക്കുന്നത്. ഒന്ന്, യേശു എന്ന് പറയുന്ന വാക്കിതാണ്, നിങ്ങൾ ദൈവത്തിലും എന്നിലും വിശ്വസിക്കുവിൻ. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ഒത്തിരി സ്ട്രഗിളിലൂടെ, പെയിനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളുടെ വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട രണ്ടാമത്തെ ഇടം എന്താണെന്നറിയോ? അതൊരു പ്രത്യാശയാണ്. അതാണ് ഗോസ്പലിൽ യേശു വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ ഞാൻ പോകുന്നു. അതൊരു പ്രത്യാശയാണ്. ഒന്നും ഒരിക്കലും അവസാനിച്ചിട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും വേദനകളും ഒരവസാനമല്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ ആ ഭാഗം നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരിടം, നമുക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട, ഒരുക്കപ്പെട്ടൊരിടം ഉണ്ട് എന്നുള്ളതും, ആ ഒരുക്കാനൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആശ്വാസം. ആ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ഒരു വാഗ്ദാനം നമ്മൾ പിന്നീട് കാണുന്നത്. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനാണത്. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകേണ്ട ഏതൊരു സങ്കടത്തിൻ്റെയും ക്ലേശങ്ങളുടെ ഇടയിലും ഒരു ബലമെന്ന് പറയുന്നത്. അവനായിരിക്കുന്നിടത്ത് നമ്മളുമായിരിക്കും, അവനോടൊപ്പമായിരിക്കും, അവനോടൊപ്പം കരം പിടിച്ച് നമ്മൾ നടക്കും. അങ്ങനെ ഒരു മൂന്നാമത്തെ തലത്തിലേക്ക് ഏതൊരു മനുഷ്യനും എത്തിച്ചേരുമ്പോൾ നമുക്ക് ദൈവം നൽകിയ ഒരു ഉറപ്പുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതിനുശേഷം നാലാമത്തേതായിട്ട് നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പ്ലാനുള്ളൊരു ദൈവത്തെ നമ്മൾ അവസാനമായി കാണും. അതാണ് ശിഷ്യൻ ചോദിക്കുന്നത്, നീ പോകുന്ന വഴി ഞങ്ങൾക്കറിയില്ല. ക്രിസ്തു കൃത്യമായി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഏകദൈവ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുമ്പോൾ ആ ഏകദൈവ വിശ്വാസം നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ ഒരിടമുണ്ട്. ആ ഇടത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു വാഗ്ദാനമാണ്. അവനായിരിക്കുന്നിടത്ത് നമ്മളുമായിരിക്കുമെന്നൊരു വാഗ്ദാനം. ആ വാഗ്ദാനത്തിനിടയിൽ നമുക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്ന ദൈവമുണ്ട് എന്നൊരു തിരിച്ചറിവ്. ഈ 4 തിരിച്ചറിവുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ഇത് സുവിശേഷം നമുക്ക് നൽകുന്നത് ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ജീവിതത്തിൽ ഒത്തിരി നിരാശപ്പെടുമ്പോൾ ഈ 4 കാര്യങ്ങളും ഓർമ്മ വേണം. 4 കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ജീവിക്കാൻ നമ്മളെ തോന്നിപ്പിക്കുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.